ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നേക്കണത് ജാസ്മിയും അതുപോലെ തന്നെ അഫ്സൽ പറഞ്ഞൊരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ, ജാസ്മിയെക്കുറിച്ച് അഫ്സൽ പറഞ്ഞൊരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരു കമൻറ്റ് വന്നതാണ് കേട്ടോ എനിക്ക്. അപ്പോൾ അതിന് ഞാനൊന്ന് വായിച്ച് കേൾപ്പിച്ചാൽ ഞാൻ സൈഡിൽ കൊടുക്കുകയും ചെയ്യാം കേട്ടോ. ദിൽസെ 6720 എന്നൊരു ID ആണ് കേട്ടോ. ഒരു പെണ്ണിൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഇതാണ് ഒരു ആക്ട്രസിൻ്റെ ഫോട്ടോ ആണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ദിൽസെ എന്നാണ് ആ പെണ്ണിൻ്റെ പേര്. അപ്പോൾ കുറച്ചെന്തോ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട്, 43 സബ്സ്ക്രൈബർ എന്തോ ഉണ്ട്. അവൾക്ക് എന്തിൻ്റെ കുരുവാണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ദിൽസെ എന്ന് പറയുമ്പോൾ പേരായിരിക്കില്ല, ID ആണ്, വേറെ എന്തോ ആണ് പേര്. അപ്പോൾ അവളുടെ കമൻറ്റ് ഇങ്ങനെയാണ്: ജാസ്മിനെയും വീട്ടുകാരെയും കൊലയ്ക്ക് കൊടുക്കരുതെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരു പെൺകുട്ടി അവളില്ലാത്ത നേരത്തെ എത്രമാത്രം വിഴുപ്പാണ് നിങ്ങൾ അലക്കി പണം വാരുന്നത്? വായിൽ ബെല്ലും ബ്രേക്കും ഇല്ലാത്ത നാക്കുണ്ടെന്ന് കരുതി എന്തും വിളിച്ചു പറയാമെന്നാണോ? അവളുടെ മുന്നിൽ വന്ന് നിന്ന് നേരിടാനുള്ള ധൈര്യം ഇവർക്കുണ്ടോ? ക്യാമറ ഇല്ലാതെ പരദൂഷണം പറഞ്ഞാൽ അയൽക്കൂട്ടം അമ്മായിയും ക്യാമറയുടെ മുന്നിൽ നിന്ന് പറഞ്ഞാൽ യൂട്യൂബർ ആകുന്ന അവസ്ഥ. ഇതാണ് ഇങ്ങനെ കമൻറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ദിൽസെ എന്നല്ല പേര്. എൻ്റെ പൊന്നു ദിൽസെ, ഈ ഒരു വീഡിയോ ചെയ്തിട്ട് ഞാൻ ഒരു പണവും വാരി കൂട്ടിയിട്ടില്ല കേട്ടോ. ഇതിൽ വെറും 377 വ്യൂസേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ ജാസ്മിയെ ഇത് പറയുന്ന നീ, ദിൽസെ എന്ന് പറയുന്ന നീ ജാസ്മിൻ്റെ ഇത് തന്നെയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. എന്താണെന്ന് ചോദിച്ചാൽ, ജാസ്മി എന്താ കാണിച്ചു കൂട്ടിയിരിക്കുന്നത്? ഞാനൊരു സ്വപ്നം കണ്ടിട്ട് ഞാനിവിടെ വന്ന് വീഡിയോ ചെയ്ത് വിളിച്ചു പറഞ്ഞതൊന്നുമില്ല. ജാസ്മി ആ ബിഗ് ബോസിനകത്ത് എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ട് എന്നുള്ളത് ഈ ലോകം മുഴുവൻ കാണുന്നുണ്ട്. കോടാനുകോടി ജനങ്ങൾ ഇത് മുഴുവൻ കാണുന്നുണ്ട് കേട്ടോ ദിൽസെ. അല്ലാതെ ഞാൻ ഒരു സുപ്രഭാതത്തിൽ എനിക്ക് സ്വപ്നം കണ്ടിട്ട് ഞാൻ ജാസ്മിയെക്കുറിച്ച് വന്ന് കുറ്റം പറയുന്നൊന്നുമല്ല. ജാസ്മി നല്ല വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജാസ്മിക്ക് ഒരു കുറ്റങ്ങളോ കുറവുകളൊന്നും ഇല്ലല്ലോ. ബിഗ് ബോസിനകത്ത് വന്നിട്ട് അവളുടെ കാണിച്ചു കൂട്ടൽ എന്തൊക്കെയായിരുന്നു? ഗബ്രി ആയിട്ടുള്ള കാണിച്ചുകൂട്ടൽ എന്തൊക്കെയായിരുന്നു? ദിൽസ ബിഗ് ബോസ് കാണാറില്ലേ? ബിഗ് ബോസ് കണ്ടിട്ട് നീ എന്നോട് സംസാരിക്കുക. ബിഗ് ബോസ് കാണാറില്ലെങ്കിൽ ബിഗ് ബോസ് എന്ന് അടിച്ചു കൊടുത്താൽ മതി. യൂട്യൂബിലുണ്ടല്ലോ ബിഗ് ബോസ് എന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പം നിനക്ക് കാണാൻ പറ്റും. നിത്യമേനോൻ്റെ എന്തോ ഇതാണ് അവൾ ഇട്ടിരിക്കുന്നത് കേട്ടോ. നിത്യമേനോൻ്റെ ഇതാണ് അവളുടെ നിത്യമേനോൻ്റെ ഒരു ഇതാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ദിൽസെ എന്നാണ്, നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല. എന്തോ 2-3 വീഡിയോസ് എന്തോ ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് നിന്നോട് പറയാനുള്ളത്, ബിഗ് ബോസ് കണ്ടിട്ട് നീ സംസാരിക്കുക. അല്ലാതെ ഞാൻ അവളുടെ ഇത് വെച്ചിട്ട് വിറ്റിട്ട് ഞാൻ കുറേ കാശ് ഉണ്ടാക്കിയിട്ട് ഞാൻ കോടീശ്വരി ആയിട്ടൊന്നുമില്ല. ഡോളർ വാരി കൂട്ടിയിട്ടേ ഞാൻ കോടീശ്വരി ആയിട്ടൊന്നുമില്ല. അപ്പോൾ നിന്നോട് എനിക്ക് പറയാനുള്ളത്, ആദ്യം അവളുടെ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നീ എന്നോട് സംസാരിക്കാൻ വാ. അല്ലാതെ അവളുടെ എന്തൊക്കെയൊക്കെയോ ഇത് കണ്ടിട്ട് ഞാൻ വീഡിയോ ചെയ്ത് കാശുണ്ടാക്കാൻ അല്ല. ഇതിലിപ്പോൾ കാശുണ്ടാക്കാൻ എനിക്ക് ലക്ഷങ്ങളൊന്നും വ്യൂസൊന്നും വന്നിട്ടുമില്ല. അപ്പോൾ കുറേ യൂട്യൂബേഴ്സ് ഇവിടെ വിറ്റിട്ട് കാശുണ്ടാക്കുന്ന അവരുടെ വീട്ടുകാരെ വെറുതെ വിടുന്നാണ് പറയുന്നത്. വീട്ടുകാർ നല്ല രീതിയിൽ ആ മകളെ വളർത്തിയതാണെങ്കിൽ ഈ ഒരു പ്രശ്നം വരുമായിരുന്നോ? അവൾ പറയുന്നത് അവളുടെ ജാസ്മിനെ നേരിട്ട് പറയാനുള്ള ധൈര്യം ഉണ്ടോയെന്ന്. ഇത് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമാണ്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വലിയൊരു പ്ലാറ്റ്ഫോമാണ്. അതിൽ വന്നിട്ട് എനിക്ക് സംസാരിക്കുക എന്നുണ്ടെങ്കിൽ എനിക്ക് ജാസ്മിൻ്റെ മുന്നിൽ വന്ന് സംസാരിക്കുക എന്താ പേടിക്കാനുള്ളത്? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ജാസ്മിയാണ് തെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജാസ്മിക്ക് പുറത്ത് ഇറങ്ങിയിട്ട് ഇത്രയും വീഡിയോസ് നോക്കുന്ന സമയത്ത് ജാസ്മിക്ക് മനസ്സിലാകും ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നും ആരുടെ ഭാഗത്താണ് ശരിയെന്നും. അപ്പോൾ ദിൽസെ എന്ന് പറയുന്ന ഈ ഒരു യുവതിയാണെങ്കിലും യുവാവാണെങ്കിലും എനിക്ക് നിന്നോട് പറയാനുള്ളത്, എനിക്ക് ആരുടെ മുമ്പിലും പറയാൻ യാതൊരു മടിയില്ല. ഞാൻ ധൈര്യത്തോടു കൂടി തന്നെ ഞാൻ പറയും. എനിക്ക് യാതൊരു പേടിയില്ല. അതുമില്ല. ഞാൻ ഉള്ള കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. ഞാനൊരു വീഡിയോ ചെയ്തിട്ട് കാശ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞാൻ നുണ പറഞ്ഞിട്ടൊന്നും കാശ് ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടേ ദിൽസെ ഞാൻ കാശ് ഉണ്ടാക്കിയിട്ടുള്ളൂ. അല്ലാതെ നിൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ വെറുതെ വന്ന് എടുത്തിട്ടൊന്നുമില്ല കാശ്. മനസ്സിലായ? ഞാൻ നല്ലോണം കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് എനിക്ക് കാശ് കിട്ടിയിരിക്കുന്നത്. അല്ലാതെ നീ പറയുന്ന പോലെയൊന്നുമല്ല കാര്യങ്ങൾ. ബിഗ് ബോസിനകത്ത് കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ ഞാൻ പഠിച്ചതൊന്നുമല്ല. അല്ലാതെ അല്ലാതെ അതിനകത്ത് എല്ലാവരും കണ്ടതാണ്. ജാസ്മി എന്താണെന്നുള്ളത് ഒരുപാട് കണ്ടത് തന്നെയാണ്. മറ്റുള്ളവർ വിഴുപ്പ് അലക്കി പണം വാരുന്നതെന്ന്. മറ്റുള്ളവരുടെ വിഴുപ്പ് അലക്കിയിട്ട് പണം വരേണ്ട ആവശ്യമൊന്നുമില്ല. ഉള്ള കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. ഇല്ലാത്ത കാര്യങ്ങൾ ഏത് യൂട്യൂബേഴ്സും എവിടെയും വന്ന് പറഞ്ഞിട്ടില്ല. ഉള്ളതേ എല്ലാവരും പറയുന്നുള്ളൂ. അപ്പോൾ ദിൽസെ എന്ന പൊന്നു മോളോടോ അല്ലെങ്കിൽ മോനാണെങ്കിൽ മോനോട് പറയാനുള്ളത്, ഇങ്ങനെയുള്ള ഇജാതി കമൻറ്റുമായിട്ട് എന്നെ ഊതിപ്പേടിപ്പിക്കാൻ വരല്ലേ. എനിക്ക് ആരുടെ മുമ്പിലും സംസാരിക്കാൻ യാതൊരു പേടിയില്ല. അപ്പോൾ ജാസ്മിൻ്റെ മുന്നിലാണെങ്കിലും ശരി, നിൻ്റെ മുന്നിലാണെങ്കിലും ശരി, ഇത്രയും പബ്ലിക്കായിട്ട് എനിക്ക് സംസാരിക്കുകയെങ്കിൽ അവളുടെ അടുത്ത് സംസാരിക്കണമെങ്കിൽ എനിക്ക് യാതൊരു പേടിയില്ല. എൻ്റെ ഭാഗത്തല്ലല്ലോ തെറ്റ്. ഇതിപ്പോൾ ചെയ്തത്
കേട്ടത് മുഴുവൻ ജാസ്മിയാണ്. അപ്പോൾ ജാസ്മിനെ കുറിച്ച് ഞാനല്ല പറഞ്ഞുണ്ടാക്കിയത്, അഫ്സൽ തന്നെ പറഞ്ഞിട്ട് അവളുടെ കൂടെ നടന്ന അവളുമായിട്ട് എൻഗേജ്മെന്റ് അല്ല കല്യാണം ഉറപ്പിച്ച അവളുടെ അഫ്സലാണ് പറയുന്നത്. അഫ്സലാണ് കാര്യങ്ങൾ പറയുന്നത്, അല്ലാതെ ഞാൻ ഒരു സുപ്രഭാതത്തിൽ വന്ന് ഇരുന്ന് വീഡിയോ ചെയ്യുമെന്നല്ല എൻ്റെ ദിൽസേ, മനസ്സിലായോ? അപ്പോൾ നീ ഒരു കാര്യം മനസ്സിലാക്കുക, ഞാൻ ഒരു ഇതിൽ വന്ന് ആരിന് വിഴുപ്പ് വാരിട്ടൊന്നുമല്ല ഞാൻ പണം ഉണ്ടാക്കുന്നത്. ഞാൻ കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ട് തന്നെയാണ് പണം ഉണ്ടാക്കുന്നത്. അപ്പോൾ ദിൽസയ്ക്ക് ഇത് എന്താണ് ദിൽസെ കാണും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്തു. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.